സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും തല്ലേടുമോ ഏഴയെന്നെ തല്ലേടുമോ ഏഴയെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തീരുമോ നിൻ സ്നേഹമെന്നിൽ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പേരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരുന്നതിയേ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി ഇതുപോലെ കണ്ടുമുട്ടുവാൻ ദൈവം തന്ന അവസരമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രയാസമേറിയ വർഷങ്ങളിൽ കൂടെ നാം കടന്നു പോവുകയാണ്. കൊറോണ വൈറസ് ലോകവ്യാപകമായി ജനജീവിതത്തെ ആകെ ബാധിച്ച ഈ സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും ദൈവം തന്ന അവസരം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യാദൃശ്ചികമായി മനുഷ്യജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ലോകത്തിൽ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ദൈവത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ്. സാഹചര്യങ്ങളെ പലപ്പോഴും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങളെ ശരിയായി നേരിടുവാൻ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സമയം ചുരുങ്ങിയ മിനിറ്റുകൾ നമുക്ക് ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധിക്കുവാനായിട്ട് വേർതിരിക്കുവാം. ദൈവം അതിനായി ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ വലിയ സമ്പന്നരായ മനുഷ്യരുണ്ട്. ബിൽഗേറ്റ്സിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഇന്ത്യയിൽ അംബാനി എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയാം. മുകേഷ് അംബാനി ലോകത്തിലെ വലിയ ധനികരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ബിൽഗേറ്റ്സ് അതുപോലെ തന്നെ വലിയ ധനികരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്ന ആ വ്യക്തി, അദ്ദേഹം ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ വളരെ സമ്പന്നരായ മനുഷ്യരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ചിലരുടെ സമ്പത്ത് അവർ ബിസിനസ് കൊണ്ട് നേടിയെടുത്തതാണ്, ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ്. എന്നാൽ മറ്റു ചിലരുടേത് അങ്ങനെയല്ല. അവർ ജന്മന സ്വതന്ത്രരായി വലിയ സമ്പന്നരായി ജനിച്ച മനുഷ്യരാണ്, അല്ലെങ്കിൽ സമ്പന്നരുടെ മക്കളാണ്. ഇതുപോലെ സമ്പന്നനായ ഒരു മനുഷ്യനാണ് ബ്രൂണൈ സുൽത്താൻ. നിങ്ങളൊരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കും. ബ്രൂണൈ സുൽത്താൻ, ബ്രൂണൈ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ തലവൻ ബ്രൂണൈ സുൽത്താൻ, അദ്ദേഹം ലോകത്തിലെ അതിസമ്പന്നനായ ഒരു വ്യക്തിയാണ്. അത് ബിസിനസ് കൊണ്ട് നേടിയെടുത്തതല്ല, താൻ ഒരു രാജ്യത്തിൻ്റെ തലവനായതുകൊണ്ട് താൻ വളരെ സമ്പന്നനാണ്. ഈ സമ്പന്നനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് $25 ബില്യൺ തനിക്ക് സമ്പത്തായിട്ട് ഉണ്ട് എന്നാണ്. അതുപോലെ ലോകത്തിൽ അനേക ഹോട്ടലുകൾ, ലോകത്തിൽ എണ്ണം പറഞ്ഞ അനേക ഹോട്ടലുകളുടെ ഉടമയാണ് ബ്രൂണൈ സുൽത്താൻ. അനേക കാറുകളുടെ ഒരു വ്യൂഹം തന്നെ തനിക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ സ്വന്തമായ വിമാനം തനിക്കുണ്ട്. അങ്ങനെ ഹോട്ടൽ മേഖലയിൽ വാഹനങ്ങൾ,
അതുപോലെ അല്ലാത്ത സമ്പത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഈ ബ്രൂണൈ സുൽത്താൻ. അദ്ദേഹത്തിന് ലണ്ടനിൽ വീട് സ്വന്തമായിട്ടുണ്ട്. ഒരു വീടല്ല, ഒന്നിലധികം വീടുകൾ ലണ്ടനിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ട്. എന്നാൽ അദ്ദേഹം ലണ്ടനിൽ വന്ന് താമസിക്കുന്ന വീട് ഏത് വീടാണ് എന്ന് അദ്ദേഹത്തോട് വളരെ അടുത്തുള്ളവർക്ക് പോലും പലപ്പോഴും മനസ്സിലാകാറില്ല എന്ന് പറയാറുണ്ട്. കാരണം ഈ വ്യക്തി ഏത് വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പലപ്പോഴും രഹസ്യമാക്കി വെക്കാറുണ്ട്. പല വീടുകളുണ്ട്, അദ്ദേഹം പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് താമസിക്കാനായിട്ട് തീരുമാനമെടുക്കും, അങ്ങോട്ട് പോകും, അതിനുശേഷം വളരെ പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് അങ്ങനെ താമസം മാറും. ഇതിനൊരു കാരണമുണ്ട്. അതിന് കാരണം അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭാരിച്ച സമ്പത്തിൽ നോട്ടമിട്ടിരിക്കുന്ന അനേക മനുഷ്യർ ലോകത്തിലുണ്ട്. അദ്ദേഹത്തെ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭീകരപ്രവർത്തകർക്ക് അദ്ദേഹം ഒരുപക്ഷെ ഇരയായി തീരുവാനുള്ള സാധ്യതയുണ്ട്. തൻ്റെ സമ്പത്ത് ഏത് സമയത്തും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്, തൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇത് അറിയുന്നതുകൊണ്ട് ഈ ബ്രൂണൈ സുൽത്താൻ അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിൽ അങ്ങനെ താമസം മാറ്റിക്കൊണ്ട് ഇരിക്കാറുണ്ട്. അദ്ദേഹത്തിന് വളരെ പേഴ്സണലായിട്ടുള്ള, വ്യക്തിപരമായി തന്നെ സംരക്ഷിക്കുന്ന അംഗരക്ഷകർ വളരെയുണ്ട്. അങ്ങനെ അംഗരക്ഷകരും സമ്പത്തും കൊട്ടാരങ്ങളും വീടുകളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ബ്രൂണൈ സുൽത്താൻ. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന് സമാധാനമായി ഉറങ്ങണമെങ്കിൽ വളരെ ശ്രമകരമാണ് ആ ഉറക്കം. തനിക്ക് എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അപ്പോഴും ഒരു ഭയമുണ്ട്, ആർക്ക് വേണമെങ്കിലും തന്നെ ആക്രമിക്കാമല്ലോ എന്ന്. എന്തെല്ലാം തനിക്ക് ഉണ്ടെങ്കിലും സമാധാനമില്ല എങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര സങ്കടകരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന് ഉറങ്ങണമെങ്കിൽ, ഉറക്കഗുളിക വേണമെങ്കിൽ എത്ര സങ്കടകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ ലോകത്തിൽ സമ്പന്നരായ അനേക മനുഷ്യരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനമെന്ത് എന്ന് അറിയില്ല. പണം കൊടുത്താൽ വാങ്ങാവുന്ന പല വസ്തുക്കളുമുണ്ട്, എന്നാൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത പലതുമുണ്ട്. അതിലൊന്നാണ് ഹൃദയത്തിൻ്റെ സമാധാനം. ലോകത്തിലെ സമ്പന്നരായ മനുഷ്യർക്ക് പലപ്പോഴും അത് ഇല്ല തന്നെ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഒരു അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹം, അതാണ് ഹൃദയത്തിൻ്റെ സമാധാനം. ഞാനിന്ന് ബൈബിളിൽ ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിൽ നിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകം, അതിൽ നിന്ന് 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ വാക്യം വായിക്കുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഇവിടെ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ 33.5 വർഷങ്ങളാണ് താൻ ജീവിച്ചത്. ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. താൻ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. താൻ 33.5 വർഷം കഴിഞ്ഞ് താൻ കാൽവരി കുരിശിൽ മരിച്ച് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി താൻ സ്വർഗത്തിലേക്ക് പോയി. ഇനി താൻ രണ്ടാമത് ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകും, രണ്ടാമത് വരും. ഇതാണ് ദൈവത്തിൻ്റെ വചനം യേശുവിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്ന സമയം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പോയ, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ട് പോയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മരിക്കുന്ന സമയം തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അത് നാം വായിക്കുന്നു ബൈബിളിൽ. തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. തൻ്റെ ശരീരം അരിമത്യക്കാരനായ യോസഫിൻ്റെ കരങ്ങളിലാണ് താനാണ് തൻ്റെ ശരീരം അടക്കം ചെയ്തത്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം റോമൻ പട്ടാളക്കാർക്കാണ് വിട്ടുകൊടുത്തത്. പട്ടാളക്കാർ അത് വീതിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായിരുന്ന മറിയത്തിൻ്റെ സംരക്ഷണം തൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാന് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, തൻ്റെ ശരീരത്തെ അരിമത്യക്കാർ ജോസഫിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, തൻ്റെ വസ്ത്രത്തെ റോമൻ പടയാളികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു, തൻ്റെ അമ്മയെ യോഹന്നാൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു.
എന്നാൽ പോയപ്പോൾ ശിഷ്യന്മാർക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ട് പോകുവാൻ എന്താണ് യേശുവിന് ഉണ്ടായിരുന്നത്? യേശുവിൻ്റെ വിൽപ്പത്രം ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ വിൽപ്പത്രം പരിശോധിച്ചാൽ ഇന്ന് ലോകത്തിൽ സമ്പന്നരായ മനുഷ്യർ അവരുടെ വിൽപ്പത്രം എഴുതി വെക്കും. അവരുടെ വീട് ആർക്കാണ്, അവരുടെ ബിസിനസ് ആർക്കാണ്, അതുപോലെ തന്നെ അവരുടെ വസ്തുക്കൾ ആർക്കാണ്, എസ്റ്റേറ്റ് ആർക്കാണ്, ബംഗ്ലാവ് ആർക്കാണ്, ഇങ്ങനെയൊക്കെ മക്കൾക്ക് എഴുതി വെക്കും. വിൽപ്പത്രം എഴുതി വെക്കാറുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിൽപ്പത്രം പരിശോധിച്ചാൽ നാം മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിതാവിന് എന്താണ് കൊടുത്തത്, അതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് എന്താണ് കൊടുത്തത്, അതുപോലെ തന്നെ അരിമത്തിക്കാരൻ യോസഫിന് എന്താണ് കൊടുത്തത് എന്നൊക്കെ കാണാൻ സാധിക്കും. ശിഷ്യന്മാർക്ക്, നമുക്ക്, കർത്താവ് യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾക്ക് യേശു നൽകിയ ദാനം എന്താണ്? ഇവിടെ നാം വായിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സമാധാനം. ഇന്ന് ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണ്? സമാധാനമില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ പകർച്ചവ്യാധി അങ്ങനെ ലോകവ്യാപകമായി താണ്ഡവമാടുമ്പോൾ മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ കൊറോണ വൈറസ് ബാധിക്കുമോ എന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്ത മനുഷ്യരെക്കുറിച്ച് വരെ നമ്മൾ കേട്ടിരുന്നു. കാരണം ഭയം മനുഷ്യനെ വല്ലാതെ അങ്ങ് ബാധിച്ചു കളഞ്ഞിരിക്കുന്നു. ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദ്യത തല്ലിക്കെടുത്തിയിരിക്കുന്നു. ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശത്തെ എടുത്തു മാറ്റിയിരിക്കുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞാലും ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷമാണ്. എനിക്ക് ഏത് സമയത്തും ഈ രോഗം ബാധിക്കുമോ എന്ന് ഭയന്ന് ജീവിക്കുന്ന മനുഷ്യരെ ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവ് യേശു നമുക്ക് നൽകിയ അതുല്യമായ ഈ അനുഗ്രഹം അത് സമാധാനമാണ്. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമെന്താണ്? ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് സമാധാനമാണ്. ആ സമാധാനം എവിടെ ഒരു വ്യക്തിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും? അത് കർത്താവ് യേശുവിൽ ഒരു വ്യക്തിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് യേശു നൽകുന്ന ഈ സമാധാനം അത് അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. ഈ സമാധാനത്തെക്കുറിച്ച് നാം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സമാധാനത്തിന്, ദൈവം തരുന്ന സമാധാനത്തിന് പല തലങ്ങളുണ്ട്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനമാണ് അതിൻ്റെ ആദ്യ ഘട്ടം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം. ലോകത്തിൽ നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധമാണ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം മറ്റൊരു മഹായുദ്ധമായിരുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ചരിത്രം പഠിച്ച മനുഷ്യർ പറയുന്നത് 15,000-ലധികം യുദ്ധങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്, ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. 8,000-ലധികം സമാധാന ഉടമ്പടികൾ ഒപ്പുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ അനേക യുദ്ധങ്ങൾ നടന്നു. 100 വർഷം നടന്ന ഒരു യുദ്ധം ഉണ്ടെന്നാണ് പറയുന്നത്, ബോവർ യുദ്ധം എന്ന് പറയും. രണ്ടാം ലോക മഹായുദ്ധം 7 വർഷങ്ങളാണ് നടന്നത്. അതുപോലെ കൊറിയൻ യുദ്ധം 3 വർഷങ്ങൾ നടന്നു. അതുപോലെ വിയറ്റ്നാം യുദ്ധം ഏതാണ്ട് 10 വർഷത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധമായിരുന്നു. ഇങ്ങനെ അനേക വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധമുണ്ട്. എന്നാൽ മനുഷ്യനുണ്ടായത് മുതൽ ഇതുവരെയും നീണ്ടുനിന്ന, ഇതുവരെയും തീരാത്ത ഒരു യുദ്ധത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. മനുഷ്യനും ദൈവത്തോട് യുദ്ധത്തിലാണ് എന്ന് പറയുന്നു. ആ മനുഷ്യനും ദൈവവും തമ്മിലുള്ള യുദ്ധത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യൻ ദൈവത്തെ ശത്രുവായി കാണുന്ന ആ നിലയ്ക്കൊരു മാറ്റം വരുത്തുവാൻ, അതാണ് കർത്താവ് യേശു ക്രിസ്തു അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ദൈവത്തോടുള്ള സമാധാനമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യം. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിനുവേണ്ടിയാണ് കർത്താവ് യേശു 2000 വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള യുദ്ധത്തിന് അറുതി വരുത്തി ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാന സന്ധി ഒപ്പുവയ്ക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമായി തീർന്ന പാപം എന്ന പ്രശ്നത്തിന് കർത്താവ് യേശു പരിഹാരം വരുത്തി. പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നാം അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു. യേശുവിൻ്റെ കാൽവരി മരണം അത് പകരം മരണമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷ കർത്താവ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് പകരക്കാരനായി ഏറ്റെടുത്തു. അങ്ങനെ താന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള യുദ്ധത്തിന് അവിടെ അറുതി വരുത്തി. അതിനുവേണ്ടിയാണ് കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചത്. അങ്ങനെ കർത്താവ് യേശുവിൻ്റെ മരണമാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള സമാധാനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചത്. അത് സമാധാനത്തിൻ്റെ ഒരു തലമാണ്. രണ്ടാമത്തെ സമാധാനം എന്ന് പറയുന്നത് ദൈവം തരുന്ന സമാധാനമാണ്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആദ്യം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം അത് കാൽവരി ക്രൂശിൽ മരിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നേടിയെടുത്തു. രണ്ടാമത്തെ തലം
ദൈവം തരുന്ന ഒരു സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം എന്ന് ബൈബിൾ അതിനെക്കുറിച്ച് പറയും. ദൈവത്തിൻ്റെ സമാധാനം. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സമാധാനം, കർത്താവ് യേശു ക്രിസ്തു അനുഭവിച്ച ആ സമാധാനം, കർത്താവ് യേശു ക്രിസ്തു നൽകുന്ന ആ സമാധാനം, അതാണ് നമുക്ക് ഇന്ന് കർത്താവ് യേശു ക്രിസ്തു തന്നിരിക്കുന്നത്. എൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം. ഈ ദൈവത്തിൻ്റെ സമാധാനം അതെന്താണ്? വാസ്തവത്തിൽ കർത്താവ് യേശു അനുഭവിച്ച സമാധാനം എന്താണ്? വാസ്തവമായ സമാധാനം എന്താണ്? അതിന് പല പ്രത്യേകതകളുണ്ട്. 1-2 പ്രത്യേകതകൾ മാത്രം ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ദൈവം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത നമ്മൾ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ കാണാൻ സാധിക്കും. ആ സമാധാനം നമുക്ക് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമാധാനമല്ല, സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ലോകം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത നമുക്ക് അത് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നല്ല ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് സമാധാനമുണ്ട്, ധാരാളം പണം കയ്യിലുള്ളപ്പോൾ നമുക്ക് സമാധാനമുണ്ട്, അതുപോലെ നമുക്ക് ജീവിക്കാൻ എല്ലാ വകുപ്പും കയ്യിലുള്ളപ്പോൾ നമുക്ക് വാസ്തവമായി സമാധാനം ഉണ്ടെന്ന് തോന്നും. അത് ലോകം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ യേശുക്രിസ്തു തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത അത് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമാധാനമല്ല. ആരോഗ്യമുള്ളപ്പോഴും ആ സമാധാനം നമുക്ക് കാണും, ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലത്തും ആ സമാധാനം നമുക്ക് കാണും. നമ്മുടെ ചെറുപ്പകാലത്ത് ഊർജ്ജസ്വലതയോടെ നാം നടക്കുന്ന കാലത്ത് നമുക്ക് സമാധാനം കാണും. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വർഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴും ആ സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും, അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ ഉള്ള സാഹചര്യത്തിലും രോഗങ്ങളില്ലാത്ത അവസരത്തിലും നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. കാരണം അത് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമാധാനമല്ല. ആ സമാധാനമാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത്. അത് സാഹചര്യങ്ങൾക്ക് ഉപരിയായ ഒരു സമാധാനമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമാധാനമാണ് നമുക്കിന്ന് വാസ്തവമായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന സമാധാനം, ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ പരിതസ്ഥിതികളുമായി ബന്ധപ്പെട്ട്, സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് താങ്കൾക്ക് തോന്നിയേക്കാം. നല്ല രീതിയിൽ ബിസിനസ് പോകുന്നു, അതുപോലെ മക്കളൊക്കെ നന്നായി പഠിക്കുന്നു, അവർക്ക് പരീക്ഷയിലൊക്കെ നല്ല സ്കോർ ലഭിക്കുന്നു, അതുപോലെ വിദേശത്തൊക്കെ ജോലി ശരിയായി വരുന്നു. അപ്പോഴൊരു സമാധാനം നമുക്ക് തോന്നും. എന്നാൽ അത് താത്കാലികം മാത്രമാണ്, അത് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം നമുക്ക് നഷ്ടമായി പോകുമ്പോൾ നമുക്ക് വാസ്തവമായ സമാധാനം എവിടെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്? അത് കർത്താവ് യേശു ക്രിസ്തുവിലാണ് മനുഷ്യന് ആ സമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യം പറയുന്നത് അത് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമാധാനമല്ല, കർത്താവ് യേശു ക്രിസ്തു വാസ്തവത്തിൽ നമുക്ക് നൽകുന്നത് സാഹചര്യങ്ങൾക്കതീതമായ ഒരു സമാധാനമാണ്. ബൈബിളിലെ പല മനുഷ്യരെക്കുറിച്ച് പറയുന്നത് അവർ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ മനുഷ്യരാണ്. നമുക്കൊരിക്കലും അങ്ങനെ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അപാരമായ സങ്കടങ്ങളിൽ കൂടെ കടന്നുപോയ മനുഷ്യരുണ്ട്. നമുക്ക് ഒരിക്കലും മനുഷ്യ ചരിത്രത്തിൽ ഇത് ഇത്ര ക്രൂരമായി വേട്ടയാടപ്പെട്ട ജനത ഭൂമിയിലുണ്ടോ എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ മനുഷ്യരുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യേ അവരനുഭവിച്ച ഒരു സമാധാനമുണ്ട്. അത് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമാധാനം ആയിരുന്നില്ല. അതാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഈ സമാധാനം ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ബുദ്ധിക്കതീതമായ ഒരു സമാധാനമാണെന്നാണ്. മനസ്സിലാക്കാൻ കഴിയുന്നതിലപ്പുറമായ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ, ചിന്തിച്ചു നോക്കിയാൽ സമാധാനമായിട്ടിരിക്കാൻ ഒന്നും കാണുന്നില്ല, പക്ഷേ എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ, നമുക്ക് ഓരോരുത്തരും നൽകുന്ന സമാധാനം അതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതുപോലൊരു പ്രതികൂല സാഹചര്യത്തിൽ ശാന്തനായിരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും? അങ്ങനെ സാധിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് യേശു തരുന്ന സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, ഈ സമാധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച, കർത്താവ് യേശുവിന് തൻ്റെ ജീവിതം സമർപ്പിച്ച ഏത് വ്യക്തിക്കും, അവൻ പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, അവൻ മാരകമായ രോഗത്തിനടിമയാവട്ടെ, മരണത്തിൻ്റെ ദിനങ്ങൾ എണ്ണി കഴിയുന്നൊരു വ്യക്തിയാവട്ടെ, ഒരുപക്ഷെ പാലിയേറ്റീവ് കെയറിൽ വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്നൊരു വ്യക്തിയാകട്ടെ, തൻ്റെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളാവട്ടെ, മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മക്കളാവട്ടെ, ആർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന സമാധാനമാണ്. ഇതാണ് യേശു തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത.
ലോകത്തിലെ സമാധാനം എന്ന് പറയുന്നത് പണക്കാർക്ക് ഒരു പക്ഷേ കാണും, പാവപ്പെട്ടവനില്ലല്ലോ. അതുപോലെ മക്കളെല്ലാം ഉപേക്ഷിച്ച മാതാപിതാക്കൾക്ക് സമാധാനമില്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യന് യേശു നൽകുന്നൊരു സമാധാനമുണ്ട്. ഏത് സാഹചര്യത്തിലും നമുക്ക് അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ സമാധാനത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല കർത്താവ് ഇവിടെ പറഞ്ഞു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനം അത് ചില വർഷങ്ങൾ മാത്രം, അല്ലെ ചില നാളുകളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ യേശു തരുന്ന സമാധാനം അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാനമാണ്. അത് താൽക്കാലികമല്ല. അത് താൽക്കാലികം ചില വർഷങ്ങളിലേക്ക്, ചില മാസങ്ങളിലേക്ക്, ചില മണിക്കൂറുകളിലേക്ക് മാത്രമുള്ള ഒരു സമാധാനമല്ല. അങ്ങനെ ഒരു സമാധാനമാണ് കർത്താവായ യേശു തൻ്റെ മക്കൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം വാസ്തവമായി നിങ്ങൾ അനുഭവിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ സമാധാനത്തെക്കുറിച്ച് അവസാനമായി ഒരു സത്യവും കൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അവസാനമായി ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. യേശു തരുന്ന സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീടുണ്ടാകുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തി സാഹചര്യങ്ങൾ എത്ര മാറിയാലും അവൻ ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാസ്തവമായി ഈ സമാധാനം താങ്കൾ അനുഭവിക്കുന്നുണ്ടോ? വാസ്തവമായി തങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമാധാനം താങ്കൾ കണ്ടെത്തിയിട്ടുണ്ടോ? അത് കണ്ടെത്തുവാൻ കർത്താവ് യേശുവിലേക്ക് വരിക. കാൽവരി കുരിശിൽ 2000 വർഷം മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഇനി രണ്ടാമത് വരും. തൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങൾ ഈ ഭൂമിയിലെങ്ങും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധികൾ ഇപ്പോൾ വരികയാണ്. ഇതിനിയും വർദ്ധിക്കും. ഭൂകമ്പങ്ങൾ വർദ്ധിക്കും, ക്ഷാമങ്ങൾ വർദ്ധിക്കും, യുദ്ധങ്ങൾ വർദ്ധിക്കും. ഈ ലോകം അതിൻ്റെ ഭയാനകമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. ലോകത്തിനൊരു ഭാവിയില്ല. എന്നാൽ നാം യേശുവിൽ വിശ്വാസം വെച്ച് യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്, നമുക്കൊരു ഭാവിയുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. കർത്താവ് യേശുവിനോട് നിത്യകാലം വാഴുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ രക്ഷകനായി അംഗീകരിച്ച് യേശുവിനായി നമ്മുടെ ജീവിതം സമർപ്പിച്ച് ഈ എഴുതിയിരിക്കുന്നത് പോലെ വാസ്തവമായ സമാധാനം പ്രാപിച്ച്, വാസ്തവമായ സന്തോഷം പ്രാപിച്ച് നിത്യതയിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ലെൻ ഹൃദയം. വൻവീണകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലഭൻ നീ എന്ന ഭയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ചിന്തിച്ചത്, നാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരെ പട്ടികയിൽ നാം എത്തിയാലും നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്താണ് പ്രയോജനമുള്ളത്? മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ലോകത്തിലെ ആളുകൾ ചിന്തിക്കാറുണ്ട്, ഞാനങ്ങനെ വലിയ പാപങ്ങളൊന്നും ചെയ്യാറില്ല, വലിയ തെറ്റുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പൊതുവെ മനുഷ്യരുടെ ചിന്താഗതി. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അതേ പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മലമായ ദൃഷ്ടിയുള്ള ദൈവമാണ്, പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നുപോയതായിരിക്കുന്ന ചെറിയ ചിന്തകൾ വരെയും, ഒരു ചെറിയ നുണ പോലും അത് ദൈവസന്നിധിയിൽ നമ്മെ അയോഗ്യരാക്കി തീർക്കുന്ന വിഷയമാണ്. നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയണമെങ്കിൽ നാം ഒരു പാപവും പോലും ചെയ്യാതെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അത് മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമാണ്. പാപം ചെയ്യാതെ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് സ്വയമായി രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ രക്ഷപ്പെടുവാനായി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഏക വഴിയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള മാർഗം. എന്താണ് വിശ്വസിക്കേണ്ടത്? അതേ 2000 വർഷങ്ങൾക്ക് മുമ്പ്
ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യനായി താഴെ ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശുമേൽ കയറി ഒരു പാപപരിഹാര യാഗമായി തൻ്റെ ശരീരത്തെ ക്രൂശിൽ ഏൽപ്പിച്ച് നൽകിയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തിപരമായി ഹൃദയത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി കർത്താവായി നാം അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്താൽ ആ നിമിഷത്തിൽ തന്നെ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മരണശേഷവും അതേ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞങ്ങൾക്ക് ഇന്ന് പറയുവാനായിട്ടുള്ളത്, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. ക്രൂശിനെ നോക്കിക്കൊണ്ട് കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ച് അംഗീകരിച്ചാൽ ആ വിശ്വാസത്താൽ നമ്മുടെ പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരം വരും. അതുകൊണ്ട് ആ നിലയിൽ വിശ്വസിക്കുവാനുള്ള ദൈവകൃപ നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വീണ്ടും അങ്ങയുടെ വചനം കേൾക്കുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, രക്ഷയുടെ വചനങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഏക വഴി അതേ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. അത് ഞങ്ങളുടെ ആത്മാവിന് രക്ഷ വരുത്തുന്നതാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർക്ക് ആ നിലയിൽ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും ആവശ്യമായ കൃപ അവിടെ നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.